ഇതാണ് നമ്മുടെ ആപ്പിള്, വൈൽഡ് ആപ്പിൾ. അത് കഴിഞ്ഞ് അത് അരിഞ്ഞു നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകണം. നമ്മുടെ രാജിയമ്മ ഇരുന്ന് ഈ ആപ്പിള് കണ്ടോ, ഇത് നമ്മുടെ ആപ്പിള്. പക്ഷെ ഇത് നമുക്കിങ്ങനെ ഉപ്പ് കൂട്ടി ഇങ്ങനെ ഉപ്പിൽ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ലൈറ്റ് ഇടണോടി, കുരുന്ന് നമ്മൾ കട്ട് ചെയ്യുന്നു. ഈ കത്തി കൊണ്ട് കട്ട് ചെയ്യാറില്ല, ഈ കത്തി കൈ മുറിയാണ് കത്തിയത്. ഇവിടെ മമ്മിക്കാന്ന് നാടൻ കത്തി തെളിവ് വേണ്ടേ നമ്മൾ ആപ്പിളച്ചാർ ഉണ്ടാക്കി എന്നുള്ളതിന്. ഇത്ര പോരടി, കടുകല്ലേ കടുക്. കടുക് എടുക്കാൻ പറ്റില്ല. നേരത്തെ പ്രാവശ്യം അവിടെ വരുമ്പോ നമുക്ക് ഇതൊക്കെ ഇടണ്ടടാ. എന്നെ വല്ലത് പിടിക്കണ്ട കേട്ടോ, നീ മമ്മി പിടിച്ചാല്. പച്ചമുളക് ഇട്ടടി. പച്ചമുളക് ഇപ്പൊ തന്നെ ഇടോ? ഇട്ടോടി, മുളക് പൊടി കുറച്ചിടാം. ഓക്കെ, നമുക്കുള്ളിടാൻ പോവാം. അപ്പോൾ നമ്മൾ കായം ചേർക്കുന്നതാണ് കേട്ടോ അത്. LGയുടെ കായത്തിൻ്റെ പൊടി. നമുക്കല്ലെങ്കിൽ കായം വറുത്തിടാം, അല്ലെങ്കിൽ ഇതാവുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അതായത് കായത്തിൻ്റെ പൊടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതൊരു പ്രത്യേക മണവും അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് കായത്തിൻ്റെ പൊടി ഒന്ന് ചേർക്കുന്നത്. പിന്നെ അതേതാ മുളക് പൊടി ചേർക്കണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് ചേർത്തിട്ട് നന്നായിട്ട് അതിൽ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ആപ്പിള് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആപ്പിളിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി നമുക്ക് നന്നായിട്ട് ഉപ്പും പുളി അതിൽ നിന്ന് നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട ആപ്പിളിൻ്റെ പീസസ്സാണ് നമ്മൾ ഓൾറെഡി ഉപ്പിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആപ്പിളിൻ്റെ പീസസ്സാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു ഗ്രേവിയിലേക്ക് ഇടുന്നത്. ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ വരും കേട്ടോ.
അച്ചാർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഗ്രീൻ കളറ്, റെഡ് കളറ്, വൈറ്റ് കളറ്, അങ്ങനെ കുറേ കളറുകളുടെ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഓൺ ടോപ്പ് വിനാഗിരി ആവശ്യത്തിന് നമ്മൾ പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിക്കുക. പിന്നെ ആപ്പിളച്ചാർ റെഡി. അപ്പോൾ ഇങ്ങനെ നാട്ടിലെ മാങ്ങയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, മാങ്ങാച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ആപ്പിളച്ചാർ ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.